അടൽ ബിഹാരി വാജ്പേയിയുടെ 101ാം ജന്മദിനത്തോടനുബന്ധിച്ച് ശശി തരൂർ MP നടത്തിയ അനുസ്മരണവും അതിനോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകളും കേരളത്തിലും ദേശീയ തലത്തിലും വലിയ ശ്രദ്ധ നേടുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പരമോന്നത നേതാക്കളിൽ ഒരാളായിരുന്ന വാജ്പേയിയുടെ ഭരണ നൈപുണ്യത്തെയും വിശാലമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെയും പുകഴ്ത്തിക്കൊണ്ട് തരൂർ രംഗത്തെത്തിയത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. വാജ്പേയിയുടെ നിര്യാണ വേളയിൽ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ ഹൃദ്യമായ കുറിപ്പുകൾ വീണ്ടും പങ്കുവെച്ചുകൊണ്ടാണ് തരൂർ തന്റെ ആദരവ് പ്രകടിപ്പിച്ചത്. വാജ്പേയി ഒരു മിതവാദി എന്നതിലുപരി എല്ലാ രാഷ്ട്രീയ ധാരണകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു എന്ന തരൂരിന്റെ നിരീക്ഷണം രാഷ്ട്രീയ വൈരത്തിനപ്പുറമുള്ള വ്യക്തിബന്ധങ്ങളെയും ബഹുമാനത്തിന്റെയും അടയാളമായി പലരും വിലയിരുത്തുന്നു. എന്നാൽ സമീപകാലത്ത് തരൂർ സ്വീകരിച്ചു വരുന്ന BJP അനുകൂലമെന്ന് വ്യാഖ്യാനിക്കാവുന്ന നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ ഈ അനുസ്മരണത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം നഗരസഭയിൽ BJP നേടിയ മുന്നേറ്റത്തെ തരൂർ അഭിനന്ദിച്ചത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ കുറച്ചൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയത്. ബീഹാർ സർക്കാരിനെയും കേന്ദ്ര സർക്കാരിന്റെ ചില പദ്ധതികളെയും അദ്ദേഹം പരസ്യമായി പുകഴ്ത്തിയതും കോൺഗ്രസ് ഹൈക്കമാൻഡിന് അലോസരമുണ്ടാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വാജ്പേയിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് തരൂർ വീണ്ടും രംഗത്തെത്തിയത്. വാജ്പേയിയുടെ കാലത്തെ BJPയും ഇന്നത്തെ BJPയും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു BJP ഐക്കണിനെ കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ ഇത്രത്തോളം ഉയർത്തിക്കാണിക്കുന്നത് പാർട്ടി അണികൾക്കിടയിൽ സമ്മിശ്ര വികാരമാണ് ഉണ്ടാക്കുന്നത്. താൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൽ വ്യക്തിഹത്യക്കോ വിദ്വേഷത്തിനോ സ്ഥാനമില്ലെന്നും ഗുണപരമായ വശങ്ങളെ അംഗീകരിക്കാൻ മടിയില്ലെന്നുമുള്ള നിലപാടാണ് തരൂർ ആവർത്തിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ അതിഗംഭീരമായാണ് വാജ്പേയിയുടെ 101ാം ജന്മദിനം ആഘോഷിക്കുന്നത്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതു മുതൽ ഡിസംബർ 25 സദ്ഭരണ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിരുന്നു. വാജ്പേയി വിഭാവനം ചെയ്ത വികസന കാഴ്ചപ്പാടുകളും ഗ്രാമീണ ഭാരതത്തിന്റെ ഉന്നമനത്തിനായി അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതികളും ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ ദിനം ആഘോഷിക്കപ്പെടുന്നത്. വാജ്പേയിയുടെ സമാധി സ്ഥലമായ ഡൽഹിയിലെ സദൈവ് അടലിൽ നടക്കുന്ന ചടങ്ങുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കുചേരും. രാജ്യം നേരിട്ട പല പ്രതിസന്ധികളെയും വാജ്പേയി നേരിട്ട രീതിയും പെഖ്രാൻ ആണവ നിരീക്ഷണം പോലുള്ള നിർണായക തീരുമാനങ്ങളും ആ വേളയിൽ അനുസ്മരിക്കപ്പെടുന്നുണ്ട്. BJP എന്ന സംഘടനയെ ജനകീയമാക്കുന്നതിലും സഖ്യകക്ഷി രാഷ്ട്രീയം ഇന്ത്യയിൽ വിജയകരമായി നടപ്പാക്കുന്നതിലും വാജ്പേയി വഹിച്ച പങ്കും അതുല്യമാണ്. ശശി തരൂരിനെ പോലെയുള്ള ഒരു അന്താരാഷ്ട്ര വ്യക്തിത്വം വാജ്പേയിയെ പുകഴ്ത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വാജ്പേയിയുടെ പ്രതിച്ഛായയെ വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിരുന്ന വേളയിൽ വാജ്പേയിയിൽ നിന്ന് ലഭിച്ച പിന്തുണയും അദ്ദേഹത്തിന്റെ പ്രസംഗ വൈവിധ്യവും തരൂർ പലപ്പോഴും അനുസ്മരിച്ചിട്ടുണ്ട്. വിദേശ നയങ്ങളിൽ വാജ്പേയി പുലർത്തിയിരുന്ന ജാഗ്രതയും അയൽരാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ അദ്ദേഹം നടത്തിയ നീക്കങ്ങളും ഇന്നും പ്രസിദ്ധമാണെന്നും തരൂർ കരുതുന്നു. എന്നാൽ കോൺഗ്രസിനുള്ളിൽ തരൂരിന്റെ ഈ വാജ്പേയി സ്നേഹം തന്ത്രപരമായ നീക്കമാണോ അതോ BJPയിലേക്കുള്ള ഒരു പാലമിടാനാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നേരത്തെയും പല വിഷയങ്ങളിലും പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ശീലമുള്ള തരൂര് വാജ്പേയിയെ പോലെ ഒരു സമുന്നത നേതാവിനെ അനുസ്മരിക്കുന്നതിലൂടെ തന്റെ രാഷ്ട്രീയ മാന്യത വെളിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. വാജ്പേയിയുടെ ജന്മദിനം സദ്ഭരണ ദിനമായി ആചരിക്കുന്നത് വഴി രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ ഇന്ത്യയുടെയും വികസന ഇന്ത്യയുടെയും വേരുകൾ വാജ്പേയിയുടെ കാലത്ത് തുടങ്ങിയ IT വിപ്ലവത്തിലും റോഡ് വികസന പദ്ധതികളിലുമുണ്ടെന്ന് BJP വിശ്വസിക്കുന്നു. സദൈവ് അടലിൽ നടക്കുന്ന പ്രാർത്ഥനാ യോഗത്തിൽ വാജ്പേയിക്ക് പ്രിയപ്പെട്ട കവിതകൾ ആലപിക്കപ്പെടും. വാജ്പേയിയുടെ ജന്മനാടായ ഗ്വാളിയോറയിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിപുലമായ ആഘോഷങ്ങളാണ് BJP പ്രവർത്തകർ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം വാജ്പേയിയെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇന്നും ഇന്ത്യയിലുണ്ട് എന്നതിന്റെ തെളിവാണ് തരൂരിനെ പോലുള്ളവരുടെ അനുസ്മരണകൾ. ഈ സംഭവവികാസങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് BJP പോരാട്ടത്തിൽ പുതിയ മാനങ്ങൾ നൽകുകയാണ്. തരൂരിന്റെ ഓരോ വാക്കും മൈക്രോസ്കോപ്പിലൂടെ പരിശോധിക്കുന്ന BJP നേതൃത്വം അദ്ദേഹത്തിന്റെ പുകഴ്ത്തലുകളെ തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമായി മാറ്റാനും ശ്രമിക്കുന്നു. തിരുവനന്തപുരത്തെ തന്നെ മണ്ഡലത്തിൽ BJPയുടെ വളർച്ച തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള തരൂരിന്റെ മുൻകരുതലാണ് ഇതെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. എന്തായാലും അടൽ ബിഹാരി വാജ്പേയി എന്ന ഇതിഹാസ നേതാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ രാജ്യം ഒന്നടങ്കം ആദരവ് അർപ്പിക്കുമ്പോൾ ശശി തരൂരിന്റെ പ്രതികരണങ്ങൾ അതിന് രാഷ്ട്രീയമായ ഒരു പുതുഭാവം നൽകിയിരിക്കുകയാണ്. സദ്ഭരണത്തിന്റെ മാതൃകയായി വാജ്പേയി അവതരിപ്പിക്കുന്നതിലൂടെ നരേന്ദ്രമോദി സർക്കാർ തങ്ങളുടെ ഭരണ തുടർച്ചയുടെ വേരുകൾ ചരിത്രപ്രസിദ്ധമായ ഒരു ഭരണകാലവുമായി ബന്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിൽ തരൂരിന്റെ ഈ നിലപാടുകൾക്കെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്ന് എന്ത് പ്രതികരണമാണ് ഉണ്ടാകുക എന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്.